എക്കാർട്ട് ടോളെ എഴുതിയ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം നിലവിലെ കണിശമായ അവസരത്തിൽ ദ പ്രസന്റ് മൊമെന്റ് നിലനിൽക്കാനുള്ള ശക്തിയെക്കുറിച്ചാണ്. ഭാവിയും ഭൂതകാലവും നമ്മെ നിയന്ത്രിക്കുന്നതും ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യമെന്നും ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിന്റെ ഒരു ചെറിയ സമ്മറിയാണ് ഇവിടെ നമ്മൾ വിവരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് സമ്മറി വിത്ത് AI എന്ന ഈ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പ്രധാന ആശയങ്ങൾ: 1. മനസ്സിന്റെ നിയന്ത്രണം തിരിച്ചറിയുക. ഭാവിയും ഭൂതകാലവും ആലോചിച്ച് ചിന്തിക്കുന്നതിൽ മാത്രം ജീവിതം ചെലവഴിക്കരുത്. മനസ്സിന്റെ ശബ്ദം, ദ ഇന്നർ ചാറ്റർ, നമ്മളെ അലോസരപ്പെടുത്തരുതെന്ന് തിരിച്ചറിയുക. 2. ഇപ്പോൾ മാത്രം യാഥാർത്ഥ്യം. ഉള്ളത് ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ്. ഭൂതകാലം ഓർമ്മകളാണ്, ഭാവി ആലോചന മാത്രം. എല്ലാത്തിനും ഇപ്പോഴുള്ളതിൽ തന്നെ അർത്ഥം കണ്ടെത്തുക. 3. വേദന ശരീരം, പെയിൻ ബോഡി എങ്ങനെ മറികടക്കാം. മാനസികമായി നേരിട്ട വേദന ഭാവിയെ ബാധിക്കരുത്. അതിനെ മനസ്സിലാക്കി വിട്ടുകളയുക. സ്വതന്ത്രതയിലേക്കുള്ള വഴികൾ: ധ്യാനം, ശ്വസനം, ശരീരബോധം എന്നിവയെ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. മനസ്സിന്റെ ആശയക്കുഴപ്പങ്ങൾ വിട്ട് യഥാർത്ഥ ബോധാവസ്ഥയിലേക്ക് പോവുക. 5. നിങ്ങളുടെ ശരീരത്തോട് ബന്ധപ്പെടുക. ശരീരത്തിൽ നടക്കുന്ന സൂക്ഷ്മമായ ചലനങ്ങൾ ശ്രദ്ധിക്കുക. അഹംഭാവം, ഈഗോ കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ പുസ്തകത്തിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, ദ പവർ ഓഫ് നൗ മനസ്സിന്റെ അകത്തുപെടാതെ ഇപ്പോഴത്തെ നിമിഷത്തിൽ താങ്ങി നിൽക്കാനാണ് ഉപദേശം നൽകുന്നത്. ആധുനിക മനുഷ്യൻ നിരന്തരം ഭാവിയെയും ഭീതികളെയും ആശങ്കകളെയും ചിന്തിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നിന്നും അകന്നു പോകുന്നു. ഈ പുസ്തകം അവിടുന്ന് മോചിതനാകാനുള്ള മാർഗങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇനി ആർക്കൊക്കെ ഈ പുസ്തകം പ്രയോജനപ്പെടും എന്ന് നോക്കാം. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ, ധ്യാനം, മനഃശാന്തി, ആത്മീയത എന്നിവയിൽ താല്പര്യമുള്ളവർ. ഈ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാന സന്ദേശം: ഇപ്പോൾ ജീവിക്കൂ, ശാന്തതയെ സ്വീകരിക്കൂ, സത്യാന്വേഷണം തുടരും. പവർ ഓഫ് നൗ എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള സമ്മറി കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം നല്ലൊരു നാളേക്കായി.